എന്താ അത്ഭുതം! എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പുരുഷ ജാതകം ഞാൻ കണ്ടിട്ടില്ല. ഈ ജാതകക്കാരന്റെ ജാതകം ലോകത്തേത് പെൺകുട്ടിയുടെ ജാതകവുമായും ചേരും. ലക്ഷത്തിൽ 1-2 ജാതകമേ ഇങ്ങനെ കാണൂ. ഇനിയിപ്പോ ജാതകക്കാരിക്ക് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ തന്നെ ഈ പുരുഷ ജാതകത്തിന്റെ മേന്മ കൊണ്ട് അതില്ലാതാവും. അപ്പോ ജാതകങ്ങൾ തമ്മിൽ പൊരുത്തുണ്ടെന്നാണോ ജോത്സ്യര് പറയുന്നേ? പൊരുത്തം ഉണ്ടോന്നോ? 10-ൽ 100 പൊരുത്തം, അങ്ങനെ വേണം പറയാൻ. അപ്പൊ പിന്നെ ഈ ബന്ധം ഉറപ്പിക്കാലോ അല്ലേ? എന്താ അതിനെത്ര സംശയം? ഇങ്ങനെ ഒരു മഹാഭാഗ്യമുള്ള പുരുഷ ജാതകം കൈവന്ന് ചേർന്നാൽ ബന്ധം ഉറപ്പിക്കുന്നതിൽ ഒരു ആശങ്കയും വേണ്ട. ധൈര്യമായിട്ട് ഉറപ്പിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ജ്യോത്സ്യര് തന്നെ വിവാഹത്തിന് പറ്റിയൊരു മുഹൂർത്തം, അതും ഏറ്റവും അടുത്തുള്ളൊരു മുഹൂർത്തം കുറിച്ചോളൂ. അല്ല, അതൊക്കെ ഉടനെ വേണോ? എന്തിനാ ഇനിയിപ്പോ വെച്ച് വഹിക്കുന്നേ? ജാതകങ്ങൾ തമ്മിൽ പൊരുത്തുള്ള സ്ഥിതിക്ക് ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടത്തുന്നതല്ലേ സുരേന്ദ്രേട്ടാ നല്ലത്? അങ്ങനെയെങ്കിൽ അങ്ങനെ. നല്ല കാര്യങ്ങൾ വച്ച് താമസിപ്പിക്കരുതെന്നല്ലേ? മുഹൂർത്തം നോക്കിക്കോളൂ. പക്ഷേ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് വധുവും വരനും തമ്മില് ഒരു മോതിരം മാറ്റ ചടങ്ങ് ഇന്ന് തന്നെ നടത്തുന്നത് അഭികാമ്യമാണെന്ന് തോന്നുന്നു, അല്ലേ ജ്യോത്സ്യരെ? ആകാം, ഉറപ്പായിട്ടും ആകാം. അയ്യോ, മോതിരം മാറല് അതിന്ന് തന്നെ വേണോ? എന്തുകൊണ്ട് പാടില്ല? അതല്ല, ദേവൂട്ടിക്കുള്ള മോതിരം ഞങ്ങള് കരുതിയിട്ടില്ല. അതോർത്ത് വിഷമിക്കണ്ട ഇന്ദുമതി. ചെറുക്കനും പെണ്ണിനും ഇടാനുള്ള മോതിരം ഞങ്ങൾ കരുതിയിട്ടുണ്ട്. അല്ല, എന്താ ഇവിടെ വിശേഷം? ഞാൻ വന്നത് നല്ല നേരത്ത് തന്നെയാണെന്ന് തോന്നുന്നല്ലോ. അങ്ങ് പോയിട്ട് പിന്നെ ഈ വഴി കണ്ടതേ ഇല്ലല്ലോ. എന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാ, പോയ ഒരു പോക്കല്ലേ. അല്ല, എന്താ വിശേഷമൊന്നും പറഞ്ഞില്ലല്ലോ. ദേവൂട്ടിയുടെ കല്യാണം ഉറപ്പിച്ചു. ദേ ഈ നിൽക്കുന്ന ഗഗനായിട്ട്. ജോത്സ്യരുടെ ജാതകം നോക്കി, അസാധ്യ പൊരുത്താന്ന്. അതെയോ? അത് നന്നായി. മോതിരം മാറ്റൽ ചടങ്ങും ഇന്ന് തന്നെ നടത്തണമെന്നാ ഇവരുടെയൊക്കെ താല്പര്യം. അതിനെന്താ, അത് നടന്നോട്ടെ. അല്ല, ദേവൂട്ടിക്ക് വരനെ അണിയിക്കാനുള്ള മോതിരമൊക്കെ ഉണ്ടോ? അത് ഞങ്ങൾ തന്നെ കരുതിയിട്ടുണ്ട്. ഏയ്, അത് വേണ്ട. ദേവൂട്ടിക്ക് വരനെ അണിയിക്കാനുള്ള മോതിരം എന്റെ പക്കലുണ്ട്, ഞാൻ നൽകാം. മോളെ, ദേവൂട്ടി റെഡിയായോ നോക്ക്. ചെല്ലും.
ദേവുട്ടി ഇവിടെ ഇരിക്കുവാണോ? റെഡി ആയില്ലേ? ദേ ഇന്ന് തന്നെ മോതിരം മാറലുണ്ടെന്നാ പറയുന്നെ. എല്ലാരും കൂടി ഇപ്പൊ എടുത്ത തീരുമാനോ? എന്താ മോളെ, ഇത്ര പെട്ടെന്ന് നിന്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചോ? എന്തായാലും ആ സമയത്ത് തന്നെ എനിക്കിങ്ങോട്ട് വരാൻ തോന്നിയല്ലോ. ഞാൻ എവിടെയായിരുന്നെന്നാണോ? ഞാൻ എന്റെ ചില ബന്ധുവീടുകളിലൊക്കെ ആയിരുന്നു. എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയണ്ടേ, അതിനുവേണ്ടി പോയതാ. തിരിച്ചു വന്നപ്പോഴേക്കും നിന്റെ കല്യാണം ആയല്ലോ കുട്ടി. നിന്റെയും നിന്റെ ചെറുക്കന്റെയും മോതിരം മാറ്റൽ ചടങ്ങ് ഇന്ന് തന്നെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. നിനക്ക് വരനെ അണിയിക്കാനുള്ള മോതിരം ഞാൻ നൽകാന്ന് പറഞ്ഞിട്ടുണ്ട്. ദാ ഈ മോതിരം വേണം നീ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യന്റെ വിരലിൽ അണിയിക്കാൻ. എന്താ കുട്ടിയെ, ഒരു മംഗളകാര്യം നടക്കുമ്പോ എന്തിനാ നീ ഇങ്ങനെ കരയുന്നേ? സന്തോഷത്തോടെ വേണം നീ ഇത് അയാളെ അണിയിക്കാൻ. ദാ അല്ല, ദേവൂട്ടി ഇതുവരെ റെഡിയായില്ലേ? ദേ രാഹുകാലത്തിന് മുമ്പ് മോതിരമാറ്റ ചടങ്ങ് നടത്തണമെന്ന് പറയാ ജോത്സ്യര്. അതിനെന്താ, രാഹുകാലം തുടങ്ങാൻ ഇനിയും സമയമുണ്ടല്ലോ. അവിടുത്തെ ഒരുക്കങ്ങൾ പൂർത്തിയാകുമ്പോഴേക്കും ഞാൻ മോളെയും കൊണ്ട് വന്നേക്കാം. നിങ്ങൾ അങ്ങോട്ട് ചെന്നോളൂ. അമ്മേ, ഇതാ ദേവുട്ടിക്ക് തറവട്ടമ്മ കൊടുത്ത മോതിരം. ആന്നോ? നിങ്ങളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞില്ലേ? നീ വേഗം വന്നേ, വാ. ഇതാ മോളിങ്ങനെ വിഷമിക്കാതെ വേഗം തയ്യാറാകെ.